തിരുവനന്തപുരം മൊക്കോലയ്ക്കടുത്താണ് പാസ്റ്റർ വെസ്ലി വർഗീസ് താമസിക്കുന്നത്. കടന്നുപോയ പല ജീവിത സാഹചര്യങ്ങളിലും നേരിട്ട നിരവധി പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ ദൈവഭക്തന് സാക്ഷിക്കുവാനുള്ളത്. എൻ്റെ സ്വന്തം സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ താമസം മാറി ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് ട്രിവാൻഡ്രത്ത് ഞാൻ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലും നമ്മെ നടത്തുന്ന കർത്താവിൻ്റെ ആ സ്നേഹം ആരുടെയും മുൻപിൽ ഓർപ്പിക്കുക എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി വേറെ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. സ്തോത്രം. ഞാനൊരു മർത്തോമാ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. വളരെ ആത്മീകമായ ഒരു അന്തരീക്ഷത്തിൽ വളർത്തപ്പെട്ടു എങ്കിലും വ്യക്തിപരമായ ദൈവമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ 1990 മാർച്ച് മാസം 15-ാം തീയതി എൻ്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് എൻ്റെ ഹൃദയത്തിൽ അംഗീകരിച്ച് ഒരു ദൈവ പൈതലായി ദൈവവുമായിട്ട് ഒരു നല്ല പേഴ്സണൽ ബന്ധം ഉണ്ടാക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ദൈവവചനം പഠിക്കണമെന്നുള്ള ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ ദൈവം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ളതായ പല ബൈബിൾ കോളേജുകളിൽ കർത്താവിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് തന്നെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വചന പഠനത്തിന് ശേഷം കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പൂർണ്ണ സമയം സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഞാൻ വീണ്ടും സമർപ്പിക്കപ്പെടുകയും 2000-ൽ ഞാൻ കുടുംബസ്ഥനായി തീർന്ന് കുടുംബമായി കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങുവാൻ തക്കണം കർത്താവിനെ സഹായിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്യുന്ന കർത്താവിൻ്റെ വചനം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടതായ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്ന വലിയൊരു സത്യമാണ്. ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ അരികിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിൻ്റെ ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം കണ്ടത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അടുത്തത് പറയുന്നത് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതയാത്രയിൽ അനേക കഷ്ടതയിൽ കൂടെ ഞാൻ കടന്നുപോയെങ്കിലും ആ കഷ്ടതയുടെ പിറകിൽ ഒരു ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ 2000-ലെ കുടുംബസ്ഥനായി തീർന്നു. എന്നാൽ അതിനുശേഷം എനിക്ക് 3 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഒരു കുഞ്ഞിനെ എൻ്റെ കുടുംബജീവിതത്തിൽ ലഭിക്കാനിടയായി തീർന്നു. കുടുംബജീവിതത്തിൽ 2003-ൽ കർത്താവ് ദാനമായിട്ട് ഒരു പെൺപൈതലിനെ നൽകി. അവൾ ജനിച്ചപ്പോൾ തന്നെ ശാരീരികമായ അല്പം പ്രയാസങ്ങൾ അവൾക്കുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലുള്ള ബെൻസീർ ഹോസ്പിറ്റലിൽ വളരെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ ആ കുഞ്ഞ് കടന്നുപോയെങ്കിലും ആദ്യത്തെ ചില നാളുകളിൽ ആ രോഗത്തിൻ്റെ അവസ്ഥ എന്ത് എന്ന് കണ്ടുപിടിക്കുവാൻ ഡോക്ടർമാർക്ക് ആദ്യം കഴിഞ്ഞില്ല. എങ്കിലും പിന്നീട് അത് കണ്ടുപിടിക്കുകയും അത് ഹൈറ്റസ് ഹെർണിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു പ്രയാസമാണ് എന്നവർ കണ്ടുപിടിച്ച് അതിനൊരു സർജറി വേണമെന്ന് പറഞ്ഞ് എന്നെ അവർ പറയുകയും ഞാൻ അതും പ്രകാരം തിരുവനന്തപുരത്തുള്ള കിംസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലുള്ള ബന്ധത്തിൽ എൻ്റെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത് 2003-ൽ കുഞ്ഞിൻ്റെ ഒരു മേജർ സർജറി ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നടക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷം 2 വർഷക്കാലം കുഞ്ഞ് വളരെ സന്തോഷവതിയായ കുഞ്ഞ് വളർന്നു വന്നുവെങ്കിലും 2 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വീണ്ടും ചില പ്രയാസങ്ങൾ ഉണ്ടാകുകയും കേരളത്തിലും കേരളത്തിന് പുറത്തുള്ളതായ വിവിധ ഹോസ്പിറ്റലുകളിൽ എൻ്റെ കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റുള്ള ബന്ധത്തിൽ അനേക ഇടങ്ങളിൽ കുഞ്ഞുമായിട്ട് പോകുവാൻ എനിക്കിടയായി തീർന്നു. എന്നാൽ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പല ചികിത്സകളും പല ടെസ്റ്റുകളും കുഞ്ഞിനുള്ള ബന്ധത്തിൽ നടത്തിയെങ്കിലും ആ കുഞ്ഞനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെ കാരണമെന്തെന്ന് കണ്ടുപിടിക്കുവാൻ ഇന്ന് വരെയുള്ള ആ വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിച്ചില്ല. കുഞ്ഞിൻ്റെ അസുഖത്തിൻ്റെ സിംറ്റം ഇത്ര മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഒരു വൊമിറ്റിംഗ് പോലെ വരികയും ആ വൊമിറ്റിങ് അത് കണ്ടിന്യൂ ചെയ്യുകയും അത് ആ നിലയിൽ കുഞ്ഞിന് ശാരീരികമായി വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുവാനിടയായി തീർന്നു. എന്നാൽ എന്തുകൊണ്ടാണ് കുഞ്ഞിനൊരു വൊമിറ്റിംഗ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്നറിയുവാൻ ധാരാളം ട്രീറ്റ്മെൻറ്റുകൾ എൻ്റെ കുഞ്ഞിനുള്ള ബന്ധത്തിൽ ധാരാളം ടെസ്റ്റുകൾ വൈദ്യശാസ്ത്രപരമായിട്ട് ഡോക്ടേഴ്സൊക്കെ ചെയ്തുവെങ്കിലും
അതിലൊന്നും മറുപടി കണ്ടെത്തുവാൻ കഴിയാതെ ദീർഘമായ 16 വർഷം എൻ്റെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ അനേക ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി. അപ്പോഴും ഞാൻ കർത്താവിൻ്റെ വേലയിലാണ്. കുടുംബമായി ഞങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. എന്നാൽ വിശ്വാസത്തിൽ മടുപ്പില്ലാതെ കർത്തൃവേല ചെയ്യുമ്പോഴും എൻ്റെ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്ന ഈ കഷ്ടത എന്ത് എന്ന് ദൈവത്തോട് ഞാൻ പലപ്പോഴും ചോദിപ്പാൻ ഇടയായി തീർന്നു. എന്നാൽ അപ്പോഴൊന്നും എനിക്കതിന് വ്യക്തമായ മറുപടി ലഭിക്കാൻ ഇടയായി തീർന്നില്ല. ദീർഘവർഷങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം അതിനൊന്നും ഫലം കാണാതിരുന്നപ്പോൾ വെല്ലൂരുള്ളതായ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിനായി കടന്നുപോയി. അവിടെ 3 പ്രാവശ്യം പല പ്രാവശ്യമായിട്ട് എൻ്റെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ റിജു തോമസ് എന്ന് പറയുന്ന ഒരു മെയിൻ ഡോക്ടറുടെ അണ്ടറിലുള്ള ഒരു പാനൽ ഈ രോഗത്തിൻ്റെ നിർണയം കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ടെസ്റ്റുകൾ നടത്തി പലതും ചെയ്തുവെങ്കിലും അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ കുഞ്ഞിന് അസുഖമില്ല. അത് മാറി റൂമിൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞിന് വീണ്ടും അസുഖത്തിൻ്റെ ആ തീഷ്ണത. ഡോക്ടർമാർ പോലും അതിശയിച്ചു പോകുന്ന ഒരു സന്ദർഭമായിരുന്നു. അവസാനമായി ഡോക്ടർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നു, അത് ഈ കുഞ്ഞിൻ്റെ അസുഖം എന്താണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. ആയതുകൊണ്ട് ഗ്യാസ്ട്രോയുടെ ഏറ്റവും വലിയൊരു ഫേമസ് ആയ ഡോക്ടർ ഡൽഹിയിലുണ്ട്, അവിടേക്ക് ഞങ്ങൾ റെഫർ കത്ത് തരാം, കുഞ്ഞുമായിട്ട് അവിടേക്ക് പോകുക എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വേദനയോടെ അവിടെ നിന്നും കുഞ്ഞിൻ്റെ അസുഖത്തോട് തന്നെ ഡിസ്ചാർജ് വാങ്ങിച്ച് വെല്ലൂരുള്ളതായ അതേ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ഞങ്ങൾ എടുക്കുന്ന കുടുംബമായി ഞാനും എൻ്റെ വൈഫും എടുത്തൊരു തീരുമാനം, കുഞ്ഞുമായിട്ട് തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു പോകുകയാണ്. ഇനിയും ഈ ഒരു അസുഖത്തോടുള്ള ബന്ധത്തിൽ കുഞ്ഞിനായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നില്ല എന്ന് ഒരു തീരുമാനം ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എടുക്കുവാൻ ഇടയായി തീർന്നു. അന്ന് രാത്രി 12 മണിക്കുള്ള ഒരു ട്രെയിനാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ലഭിച്ചത്. എന്നാൽ കുഞ്ഞിൻ്റെ അസുഖം മൂർച്ഛിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ കുഞ്ഞുമായി ഞങ്ങൾ ഇരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ അവിടെയുള്ള തറയിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ബെഡ്ഷീറ്റ് വിരിച്ച് കുഞ്ഞിനെ അവിടെ കിടത്തി. ഞാനും എൻ്റെ വൈഫും കൂടെ അവിടെ മുഴങ്കാലിന്മേൽ ഇരുന്ന് പ്രാർത്ഥിച്ച ദൈവത്തോട് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ദൈവമേ, അങ്ങ് ജീവിക്കുന്ന ദൈവമെന്നും അങ്ങ് രോഗങ്ങൾക്ക് സൗഖ്യദായകനാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ഈ കുഞ്ഞിന് അങ്ങ് സൗഖ്യം നൽകണം. 2, അത് കഴിയില്ല എങ്കിൽ എൻ്റെ കുഞ്ഞിനെ അങ്ങ് തിരിച്ചെടുക്കണം എന്ന് 2 വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്നും ഞങ്ങളുടെ ട്രെയിൻ വന്നു കുഞ്ഞുമായിട്ട് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ അസുഖം വളരെ വർദ്ധിച്ചുവെങ്കിലും കുഞ്ഞുമായി ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലും പോയില്ല. ഒരു ദിവസം ഞാൻ കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഒരു സംസാരം എന്നോട് ഇടപെടുകയുണ്ടായി. നീയും നിൻ്റെ കുടുംബവും 7 ദിവസക്കാലം എൻ്റെ സന്നിൽ ഉപവാസത്തോടെ ഇരിപ്പാൻ തക്കണം അരുളി ചെയ്തു. അപ്പോഴും കർത്തൃവേലയ്ക്കായി ഇറങ്ങിയതായ എൻ്റെ കഷ്ടതയുടെ ആവശ്യകത, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കഷ്ടതയുടെ പിറകിലുള്ള രഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്, എങ്കിലും കഷ്ടതയ്ക്ക് കുറവ് വരുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എന്നെ ശ്രദ്ധിക്കുന്നവരായ നിങ്ങളുടെ മുൻപിലും ഇതുപോലെയുള്ള പല ചോദ്യങ്ങളിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പള്ളികളിൽ പോകുന്നുണ്ട്, ഞങ്ങൾ അതിനോടുള്ള അനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ കഷ്ടത, ഞങ്ങളുടെ ഈ രോഗം, ഞങ്ങളുടെ ഈ പ്രയാസം മാറുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവമേ എന്ന് നിലവിളിച്ച് മറുതലിച്ച് അല്ലെങ്കിൽ പുറുപുറുത്ത് ചോദിക്കുന്ന പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ അതേ അനുഭവമാണ് എനിക്കും ഉണ്ടായിരുന്നത്. 7 ദിവസക്കാലം ദൈവസന്നിധിയിൽ ഉപവസിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ട് ഞാനും എൻ്റെ വൈഫും അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തപ്പെട്ടു. ഞങ്ങൾ കുഞ്ഞിൻ്റെ അസുഖം മൂർച്ഛിച്ചു. കുഞ്ഞിനെ ഞങ്ങളൊരു കട്ടിലിൽ കിടത്തി അതിൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ കുഞ്ഞിനു വേണ്ടി കുടുംബമായി ഞങ്ങളിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് തുടങ്ങി. എൻ്റെ ഉപവാസത്തിൻ്റെ 6ാമത്തെ ദിവസം രാത്രിയിൽ ഞങ്ങളെ 2 പേരും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടൊരു ആലോചന പറയുകയാണ്, നിൻ്റെ വലങ്കരം എടുത്ത് നിൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് എന്നോട് പ്രാർത്ഥിക്കാൻ. ആ ആലോചനയെ, ആ വാക്കിനെ ഞാൻ അനുസരിച്ചു. രോഗത്താൽ മൂർച്ഛിച്ച് അതേ കിടക്കയിൽ കിടക്കുന്നതായ എൻ്റെ കുഞ്ഞിൻ്റെ തലയിലേക്ക് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എൻ്റെ കുഞ്ഞിന് മേൽ ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നെന്ന് അരുളി ചെയ്ത ആ കർത്താവ് എന്നോടും എൻ്റെ കുടുംബത്തോടും അരുളി ചെയ്ത ആ വചനം, യേശുവിൻ്റെ ആ വചനം ഞാൻ ഏറ്റെടുത്ത് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ ഞാൻ കൈവച്ചു. ദൈവം എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഒരു പ്രവൃത്തി എൻ്റെ കുഞ്ഞിന് മേൽ ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം.
അപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തിന്മേൽ വ്യാപരിച്ചിരിക്കുന്ന രോഗബന്ധനമാകുന്ന പൈശാചിക ബന്ധനം എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നും അഴിയുവാനിടയായി തീർന്നു. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങളിൽ എത്ര പേർ അതിൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളുടെയും കാരണം ഒരു പക്ഷെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റോ ഒന്നോ ആണ് എന്ന് മാത്രം നമ്മൾ ധരിക്കരുത്. ലോകത്തിൽ ദൈവിക ശക്തി ഉള്ളതുപോലെ തന്നെ പൈശാചികമായ ചില ശക്തിയുടെ പ്രവർത്തനങ്ങളും ഇന്ന് ഭൂമിയിൽ ഉണ്ട് എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ 16 വർഷക്കാലമായി എൻ്റെ കുഞ്ഞിന് മേൽ വ്യാപരിച്ചിരിക്കുന്ന രോഗമെന്ന് ചിന്തിച്ച് ദേശത്തിൻ്റെ വിവിധ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റിനായി എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുത്തുവെങ്കിലും അത് കണ്ടുപിടിക്കുവാൻ കഴിയാതിരുന്ന ആ രോഗത്തിൻ്റെ അവസ്ഥ എന്തെന്ന് ഒറ്റ നിമിഷം കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തി നൽകി. ആ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ അപ്പോൾ പ്രാർത്ഥിക്കുകയും എൻ്റെ കുഞ്ഞിന് മേൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കുഞ്ഞിന് പൂർണ്ണമായ സൗഖ്യം ദൈവം അല്പവും കൽപ്പിക്കുകയുണ്ടായി. രോഗബാധിതയായിരുന്ന എൻ്റെ കുഞ്ഞ് കിടക്ക വിട്ട് എഴുന്നേറ്റു. യേശു പക്ഷപാതക്കാരനോട് പറഞ്ഞതുപോലെ നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞപ്പോൾ തന്നെ പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് അവൻ നടന്നും തുള്ളിയും ദൈവത്തിന് മഹത്വം കയറ്റിയതുപോലെ രോഗബാധിതയായ ദീർഘവർഷങ്ങൾ അതേ രോഗത്താൽ ഭാരപ്പെട്ട എൻ്റെ കുഞ്ഞിന് മേൽ ദൈവത്തിൻ്റെ അത്ഭുത വിടുതൽ വ്യാപരിച്ച് കുഞ്ഞ് എഴുന്നേറ്റ് ഞങ്ങളോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തിന് മഹത്വം കയറ്റുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് വരെയും ഞാൻ അനുഭവിക്കാതിരുന്നതായ ഒരു വലിയൊരു ദൈവിക ശക്തി എൻ്റെ മേൽ അന്ന് ദൈവം പകർന്നു തന്നു. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടെന്നും പരിശുദ്ധാത്മാവ് രോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവം ചെയ്യുന്നു എന്നും ഒക്കെ എനിക്കപ്പോൾ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ കുഞ്ഞ് അതിനുശേഷം വളരെ ഹാപ്പി ആയിത്തീരുകയും അവൾ പഠിക്കുകയും SLCയും +2 ഒക്കെ പാസ്സായി ഇന്ന് അവൾ നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അവൾ ജീവിക്കുന്ന ഒരു അത്ഭുത സാക്ഷിയാണ്. ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല ഘട്ടങ്ങളിലും എന്നെയും നിങ്ങളെയും വഴി നടത്തുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. യേശു പറഞ്ഞൊരു വാക്കിങ്ങനെയാണല്ലോ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. തിരുവനന്തപുരം കൊല്ലം ഹൈവേയിൽ ഞാൻ ചാത്തന്നൂരിൽ വെച്ച് ഞാൻ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ വൈഫ്, എൻ്റെ മൂത്ത മോളെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം, ആ നാളുകളിൽ പോകുന്ന സമയത്ത് വെച്ച് ഞാൻ ഹൈവേ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു അംബാസഡർ കാറ് വന്ന് എൻ്റെ ബൈക്കിൽ ഇടിച്ച് ഞാനൊരു ബോൾ പോലെ മുകളിലേക്ക് പൊങ്ങി താഴെ വന്ന് ഞാൻ അതേ തറയിലടിച്ച് ബോധം നഷ്ടപ്പെട്ട് വലിയൊരു കുഴിയിലേക്ക് ഞാൻ താണുപോയ സന്ദർഭം ഈ സമയത്ത് ഓർത്തു പോകുകയാണ്. ഞാൻ യാത്ര ചെയ്ത എൻ്റെ ബൈക്ക് തരിപ്പണമായി പോയി. എൻ്റെ ചേസൊക്കെ ഒടിഞ്ഞ് അത് തകർന്നു പോയി. പക്ഷേ എൻ്റെ ശവം കാണുവാനായി കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലേക്ക് ആളുകൾ ഓടി വന്നു. പക്ഷേ വന്നപ്പോൾ അവിടെ ചിരിച്ചുകൊണ്ട് സ്ട്രെച്ചറിൽ കിടക്കുന്ന ഒരാളെയാണ് കാണുവാനിടയായി തീർന്നത്. അതിൻ്റെ കാരണം ചോദിച്ചാൽ ദൈവത്തിന് അന്നേ എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ശത്രു ആയവൻ നമ്മളെ വീഴുവാൻ തക്കട നമ്മളെ തള്ളും, പക്ഷേ വീഴാതെ വണ്ണം കാൽക്കുന്നവൻ ദൈവമാണ്. അവൻ്റെ കരങ്ങളിൽ അവൻ നമ്മെ വഹിക്കുകയും അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിലാണ് നമ്മൾ താണിരിക്കുന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ആ ബോധം ഉണ്ടാകുമ്പോഴേ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് താഴാൻ നമുക്ക് മനസ്സില്ലാതെ വരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. അതേ, എൻ്റെ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റുള്ള ബന്ധത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഞാൻ ചിലവാക്കിയത്. ഇവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള സകല ഹോസ്പിറ്റലുകളിലും ഞാൻ പോയിട്ടുണ്ട്. കിംസിൽ ഞാൻ പോയിട്ടുണ്ട്, ലേക്ക് ഷോറിൽ പോയിട്ടുണ്ട്, അമൃത ഹോസ്പിറ്റലിൽ എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തുള്ള ഫേമസ് അനന്തപുരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ കിടന്നിട്ടുണ്ട്. അതേ, അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ, ഇങ്ങനെയുള്ള SUT ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, ഇവിടെയൊക്കെ എല്ലാ ഹോസ്പിറ്റലിലും എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റുള്ള ബന്ധത്തിൽ പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഈ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷേ ആ നഷ്ടങ്ങളൊക്കെ അതേ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ലാഭമാക്കി തന്നു. എങ്ങനെ? യേശുവിൻ്റെ സമാധാനത്താൽ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ശത്രു കെട്ടുന്ന സകല ബന്ധനങ്ങളെയും ശത്രു പൂട്ടുന്ന സകല പൂട്ടുകളെയും തകർക്കുവാൻ കഴിവുള്ളവൻ അത്രേ നമ്മുടെ യേശു.
ആ യേശുവിൽ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ആ യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ യേശുവിന് നമ്മുടെ ഹൃദയം ഒന്ന് കൊടുത്താൽ മതി. ആദ്യം നമുക്ക് വേണ്ടത് പാപമോചനമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ യേശുവിൽ കൂടെയുള്ള പാപമോചനം നമ്മൾ പ്രാപിക്കുക. അത് പ്രാപിച്ചു കഴിയുമ്പോൾ യേശു നമ്മളിലേക്ക് കടന്നു വരും. അവൻ നമ്മളെ ദുഷ്ടനായവൻ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ യേശു വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ് ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ അവർ കണ്ടത്. പുതിയ നിയമ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാരെ ജയിലിൽ എന്ത് ചെയ്തു? അധികാരികൾ പൂട്ടിയിട്ടു. പക്ഷേ ആ പൂട്ടിന്റെ അനുഭവത്തിലും അവർ ചെയ്തത്, അവർ പാടി പ്രാർത്ഥിച്ചു, ആരാധിച്ചു. ദൈവത്തിന് സ്തോത്രം. കഷ്ടതകളുടെ നടുവിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും നിരാശയില്ലാതെ സന്തോഷിച്ച് ദൈവത്തിന് മഹത്വം കയറ്റുവാനും ആരാഗ്രഹിക്കുന്നു, സമർപ്പിക്കുന്നു, അവർക്ക് ദൈവികമായ ഒരു വിടുതലുണ്ട്. കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറന്നവനായ യേശു, അതേ ബന്ധനാവസ്ഥയിൽ മരുഭൂമിയിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ചവനായ ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. എല്ലാ കാലത്തും ശത്രുവിന് നമ്മളെ ബന്ധിച്ചിടാൻ കഴിയത്തില്ല. കാരണം പ്രാർത്ഥനിക്കുന്ന ദൈവമക്കളെ തളർത്തി കളയുവാൻ പിശാചിന് സാധിക്കത്തില്ല. ഞാനതിന് ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പറയാറുണ്ട്: ടോക്ക് ലെസ് ആൻഡ് പ്രേ മോർ. നിങ്ങൾ അല്പം മാത്രം സംസാരിക്കുകയും പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്യുക. ടോക്ക് ലെസ് ആൻഡ് പ്രേ മോർ. നിങ്ങൾ അല്പം മാത്രം മറ്റുള്ളവരോടുള്ള സംസാരിക്കുക, കൂടുതൽ സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ എവിടെയായിക്കോട്ടെ, പ്രാർത്ഥനയ്ക്ക് ബന്ധനമില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പ്രത്യേക സാഹചര്യമൊന്നും വേണ്ട. അതെ, ഇൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം പ്രാർത്ഥന കേൾക്കൂ എന്നുള്ളതല്ല. എവിടെയായിക്കോട്ടെ, നിങ്ങളിപ്പോൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാരാഗ്രഹ അവസ്ഥയിലായിക്കോട്ടെ, ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ കിടക്കയിൽ നിങ്ങൾ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങൾ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിര്, യേശു നിങ്ങൾക്ക് സൗഖ്യദായകനാ. അവൻ അത്ഭുതത്തിന്റെ ദൈവമാ. അവൻ രാജാതിരാജാവാണ്. വചനം പറയുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അടുത്ത വാക്ക്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. നമ്മുടെ അസമാധാനത്തെ മാറ്റി നമുക്ക് സമാധാനം നൽകുവാൻ യേശു സമാധാനം നൽകുന്ന ദൈവമാണ്. കുടുംബജീവിതത്തിന്റെ അകത്ത് സമാധാനമില്ലാതെ നിങ്ങൾ അസമാധാനത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ അസമാധാനമാകുന്ന ആ കഷ്ടതയെ മാറ്റി നിങ്ങൾക്കൊരു സമാധാനം നൽകുവാൻ യേശു വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. ആകയാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനമെട്, യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. അസമാധാനത്തെ മാറ്റുന്ന, സമാധാനം നൽകുന്ന യേശു എനിക്ക് മതി എന്ന് നമ്മളൊരു തീരുമാനമെടുക്കണം. ദൈവത്തിന് സ്തോത്രം. പൗലോസ് തന്റെ ലേഖനത്തിൽ കൂടെ ഓർപ്പിച്ച ഒരുപാട് വചനങ്ങൾ നമ്മെ ബലപ്പെടുത്തുന്നതാണ്. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ദൈവത്തിന്റെ ശക്തി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു, എൻ്റെ കൃപ നിനക്ക് മതി. ആ ദൈവത്തിന്റെ കൃപ എല്ലാത്തിനെയും അതിജീവിപ്പാൻ കഴിവുള്ളതാണ്. ഏത് ഘട്ടത്തിലായിക്കോട്ടെ, ഏത് വേദനയിലായിക്കോട്ടെ, ഏത് തകർച്ചയിലായിക്കോട്ടെ, ഏതില്ലായ്മയിലാട്ടെ, അവിടെയൊക്കെ കൃപയാവരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവശക്തി. പ്രവാചകനെ ഉണങ്ങിയ അസ്ഥിയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പ്രവാചകനോടൊരു ചോദ്യം ചോദിക്കുന്നു, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ നോക്കുമ്പോൾ അസ്ഥികളെല്ലാം ബന്ധം വിട്ട് കിടക്കുക, മാംസമില്ല, നാടിനരമ്പില്ല, ഒന്നുമില്ല, ഉണങ്ങിയ അസ്ഥി കിടക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല അനുഭവങ്ങളും പല വിഷയങ്ങളും ഇതുപോലെ ഉണങ്ങിക്കിടക്കുന്ന അനുഭവങ്ങളാണ്. മാംസവുമില്ല, നാടിനരമ്പുകളില്ല, രക്തോട്ടമില്ല, ഒന്നുമില്ലാതെ വേർപെട്ട് കിടക്കുക. എങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കാൻ നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാതിരിക്കുക. അങ്ങനെയുള്ള അനുഭവത്തിൽ ദൈവാത്മാവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ജീവിക്കുമോ? ഈ അസ്ഥികൾ ജീവിക്കുമോ? മറുപടി പറയാൻ പ്രവാചകൻ കഴിയാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ താൻ നോക്കി നിൽക്കുമ്പോൾ അവിടെ ഒരു കാറ്റടിക്കുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. ആ കാറ്റ് കാണുമ്പോൾ ബന്ധം വിട്ട് കിടന്നതായ അസ്ഥികളൊക്കെ ഒരുമിച്ച് കൂടാനായിട്ട് തുടങ്ങുന്നു. അവിടേക്ക് മാംസം വരുന്നു, കൂടുന്നു. അവിടെ നാഡീനരമ്പുകൾ വരുന്നു, അതിന് ജീവൻ ലഭിക്കുന്നു. ഇല്ല, കഴിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തതാ എഴുന്നേറ്റ് ജീവനുള്ളതായി കടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കയില്ല എന്ന് മനസ്സിനെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച, ലോകം നിങ്ങളെ പഠിപ്പിച്ച, വൈദ്യശാസ്ത്രം നിങ്ങളെ പഠിപ്പിച്ച ചില വിഷയത്തിന്മേൽ ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. വിശ്വസിക്കുമോ? ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കാറ്റ് നിങ്ങളുടെ വിഷയത്തിന്മേൽ നീട്ടപ്പെടാൻ പോകുകയാണ്, അടിക്കാൻ പോകുകയാണ്. നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ
നിങ്ങളുടെ കൈകാലുകളുമേലും നിങ്ങളുടെ ശരീരത്തിന്മേലും ബന്ധിച്ച് ബന്ധനാവസ്ഥയിൽ കിടക്കയിൽ അമർത്തിക്കളഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുകയാ. നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കാൻ പോകുകയാ. നിങ്ങളുടെ പ്രയാസങ്ങളിൽ ദൈവം നിങ്ങളെ വിടുവിക്കാൻ പോകുകയാ. സ്തോത്രം. അതാ പൗലോസ് പറഞ്ഞ വാക്ക്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ദൈവം ശക്തി നൽകുന്ന ദൈവമാണ്. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്നവനാണ്. തളർന്നു പോയവനെ ഉണർത്തിയെടുക്കുന്നവനാണ്. തകർന്നു പോയവനെ കൂട്ടിച്ചേർക്കുന്നവനാ. വചനം പറയുന്നു, ചതഞ്ഞോടെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. നമുക്കുള്ളവരെല്ലാം നമ്മെ ഒടിച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ ചതഞ്ഞതിനെ കൂട്ടിച്ചേർത്ത് മരുന്ന് വെച്ച് അതിന് വേണ്ടതായ ട്രീറ്റ്മെന്റ് കൊടുത്ത് അതിനെ പൂർവാദ്യം ശക്തിയോടെ നിർത്തുന്നവനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എൻ്റെ അനുഭവം അതാണ് പറയുന്നത്. എന്നെ ഒടിച്ചു കളയുവാൻ ശത്രു പദ്ധതിയിട്ടപ്പോൾ, എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കുവാൻ ശത്രു പദ്ധതിയിട്ടപ്പോൾ, ആ പദ്ധതിയിൽ നിന്നും എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് ഞാൻ വിശ്വസിക്കുന്ന യേശു അത്രേ. ആ യേശുവിൽ വിശ്വസിക്കുവാൻ, ആ യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കട്ടെ. ആ കർത്തൃകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. ആ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ നിങ്ങൾ കേട്ട ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന് ഒരു ആശ്വാസമായി തീരട്ടെ. നിങ്ങളെ മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? എത്ര പേർ അതിൽ വിശ്വസിക്കുന്നു? ഇന്ന് പകൽക്കാലം ദൈവം അത്ഭുതം പ്രവർത്തിക്കും. യേശു മതിയായവനാണ്. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ഈ കർത്താവിൻ്റെ സന്നിധി നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുമോ? സമർപ്പിച്ചുകൊണ്ട്, യേശു നിങ്ങൾക്ക് വേണ്ടി മതിയായവൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ യേശു നിങ്ങളെ സൗഖ്യമാക്കട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് അതേ എൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഓർപ്പിക്കുകയും അതേ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്.